ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ സെക്കൻഡ് യൂണിറ്റായ ബാക്ക് ടു ഗ്രീൻ എന്ന പാഠമാണ്. ബാക്ക് എന്ന് വെച്ചാൽ എന്താണ്? തിരിച്ചു വരവ്, മടങ്ങുക എന്നൊക്കെ അർത്ഥം വരും. ഗ്രീൻ എന്ന് വെച്ചാൽ ഏത് നിറമാണ്? പച്ച. പച്ചയിലേക്കുള്ള തിരിച്ചു വരവ്. എന്താണ് ഇവിടെ പച്ചയിലേക്ക് തിരിച്ചു വന്നത്? നമുക്ക് നോക്കാം ഈ സ്റ്റോറിയിൽ എന്താ സംഭവിച്ചത് എന്ന്. പോളി ഈസ് വെയിറ്റിംഗ് ഫോർ ഹെർ ചിക്സ്. ചിക്സ് എന്ന് വെച്ചാൽ പക്ഷിക്കുഞ്ഞുങ്ങൾ. പോളി എന്ന് പേരുള്ള ഒരു പാരറ്റ് അവളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ ഒരു പിക്ചറിൽ നോക്കൂ, ഒരു പാരറ്റ് 3 എഗ്ഗുകൾക്ക് അടയിരിക്കുകയാണല്ലേ. ആ മുട്ട വിരിഞ്ഞ് അവളുടെ ചിക്സ് പുറത്തേക്ക് വരുന്നതും കാത്തിരിക്കുകയാണ് അവൾ. ഈ പാരറ്റിൻ്റെ പേര് പോളി. ആ പോളിയുടെ മനസ്സിൽ എന്തോ ഒരു ചിന്ത പോയിട്ടുണ്ട്. എന്താണ് അവൾ ചിന്തിക്കുന്നത് നോക്കൂ. വെൻ വിൽ മൈ ചിക്സ് കം ഔട്ട്? എപ്പോഴാണ് എൻ്റെ ചിക്സ് പുറത്തേക്ക് വരുന്നത്? ആ ഒരു പാരറ്റ് വളരെ ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണ് അവളുടെ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി. വേർ ആർ പോളീസ് ഫ്രണ്ട്സ്? പോളിയുടെ ഫ്രണ്ട്സ് എവിടെയാണ്? ഈ പോളിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ആരൊക്കെയാണ്, അവരെവിടേക്കാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെ പോളിയുടെ ഫ്രണ്ട്സ് അതാ അവളെ കാണാനെത്തി. ആരൊക്കെയാണ് പോളിയുടെ ഫ്രണ്ട്സ്? എലിഫൻറ്റ്, ഡക്ക്, റാബിറ്റ്. ഇവർ 3 പേരുമാണ് പോളിയുടെ ഫ്രണ്ട്സ്. പോളി, ആർ ദ ചിക്സ് ഔട്ട്? പോളി, കുട്ടികൾ പുറത്തേക്ക് വന്നോ? നോ, ഐ ആം വെയിറ്റിംഗ്. അപ്പോൾ പോളി എന്താ പറഞ്ഞത്? ഇല്ല, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വിൽ ഹെർ ഫ്രണ്ട്സ് വെയിറ്റ് ദർ? അവളുടെ കൂട്ടുകാരികൾ അവിടെ കാത്തിരിക്കുമോ? ആ ചിക്സിനെ കാണാൻ വേണ്ടി അവരവിടെ വെയിറ്റ് ചെയ്തിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ദീസ് ആർ പോളീസ് എഗ്സ്. ഇതാണ് പോളിയുടെ എഗ്ഗ്. എത്ര എഗ്സ് ഉണ്ട്? 3 എഗ്സ്. ഐ ആം ഔട്ട്. ദി ഫസ്റ്റ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട്. അങ്ങനെ ആദ്യത്തെ പാരറ്റ് പുറത്തേക്ക് വന്നു. ആ മുട്ട പൊട്ടി പുറത്തേക്ക് വിരിഞ്ഞു. അപ്പോൾ എന്താണത് വരുമ്പോൾ പറയുന്നത്? ഞാൻ വന്നു, ഐ ആം ഔട്ട്. ദി സെക്കൻഡ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട്. അപ്പോഴേക്കും ആ രണ്ടാമത്തെ പാരറ്റും പുറത്തേക്ക് വന്നു. ഐ ആം ഔട്ട് ടു. ഞാനും പുറത്തേക്ക് വന്നു. അങ്ങനെ ആ 3 എഗ്സും വിരിഞ്ഞ് പാരറ്റിൻ്റെ ചിക്സ് എല്ലാം പുറത്തേക്ക് വന്നു. ദി തേർഡ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട്. നൗ ദർ ആർ 3 പാരറ്റ്സ്. അങ്ങനെ മൂന്നാമത്തെ പാരറ്റും പുറത്തേക്ക് വന്നപ്പോൾ ഇപ്പോൾ അവിടെ എത്ര പാരറ്റ്സ് ഉണ്ട്? ദർ ആർ 3 പാരറ്റ്സ്. അങ്ങനെ അവർ 3 പാരറ്റായി. 1 ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട് ഫസ്റ്റ്. ആദ്യം ഒരു ചെറിയ തത്ത പുറത്തേക്ക് വന്നു. ദ സെക്കൻഡ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട് നെക്സ്റ്റ്. രണ്ടാമതും ഒരു ചെറിയ പാരറ്റ് പുറത്തേക്ക് വന്നു. ദി 3 ലിറ്റിൽ പാരൻസ് ഓപ്പൺ ദെയർ ഐസ്. അങ്ങനെ 3 കുഞ്ഞു തത്തകളും കണ്ണുകൾ തുറന്നു. ഐ ആം ജിൽ. ഐ ആം ഡിൽ. മൈ നെയിം ഈസ് റിൽ. ഇവിടെ നോക്കൂ, അവർ 3 പേരും ചേർന്ന് പരസ്പരം പരിചയപ്പെടുത്തുകയാണ്. ആദ്യത്തെ പാരറ്റിൻ്റെ പേരെന്താണ്? ജിൽ. സെക്കൻഡ് പാരറ്റിൻ്റെ പേര് ഡിൽ. തേർഡ് പാരറ്റിൻ്റെ പേര് റിൽ. ഇനി ഈ പാരറ്റ്സിൻ്റെ ചില ഫീച്ചേഴ്സ് പറയുന്നുണ്ട്, ചില പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. ജിൽ ഹാസ് എ ബിഗ് ബീക്ക്. ബീക്ക് എന്ന് വെച്ചാൽ എന്താണ്? കൊക്ക്. ജില്ലിന് വലിയ ബീക്കാണ്. ഡിൽ ഹാസ് ലോങ് ലെഗ്സ്. ഡില്ലിൻ്റെ നല്ല നീളത്തിലുള്ള കാലുകളാണ്. റിൽ ഹാസ് എ റെഡ് റിങ്. ഡില്ലിൻ്റെ കഴുത്തിൽ ആ റെഡ് നിറത്തിലുള്ള റിങ് ഉണ്ട്. 1, 2, 3 ജിൽ, ഡിൽ ആൻഡ് റിൽ ഫ്ലൈ അപ്പ് ഇൻ ദി സ്കൈ. 1, 2, 3. ആ 3 തത്തകളും ചേർന്ന്, ആരൊക്കെയാണ് ആ 3 തത്തകൾ? ജിൽ, ഡിൽ, റിൽ. അവർ 3 പേരും ചേർന്ന് ആകാശത്ത് അങ്ങനെ പറന്ന് നടക്കുകയാണ്. അങ്ങനെ അവർ 3 പേരും പറന്ന് കളിക്കുന്നതിനിടയിൽ പെട്ടെന്ന് എന്തോ സംഭവിച്ചു. എന്താണ് സംഭവിച്ചത് നോക്കൂ. ജിൽ, ഡിൽ ആൻഡ് റിൽ പ്ലേ എറൗണ്ട്. റിൽ ഫ്ലൈസ് എവേ. ജില്ലും ഡില്ലും റില്ലും കൂടി അങ്ങനെ കളിക്കുമ്പോൾ റില്ല് പെട്ടെന്ന് എന്താണ്? ദൂരേക്ക് പാറിപ്പോയി. വിൽ റിൽ കം ബാക്ക്? ആ റില്ല് തിരിച്ചു വരുമോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം റിൽ തിരിച്ചു വരുമോ എന്ന്. റില്ല് ദൂരേക്ക് പാറിപ്പോയതിനു ശേഷം അവന് എന്താ സംഭവിച്ചത് നോക്കൂ. ഔച്ച്, അയ്യോ. റിൽ ഫാൾസ് ഇൻ ടു എ ടിൻ. ദർ ഇസ് എ റെഡ് പെയിൻറ്റ് ഇൻ ഇറ്റ്. റിന്ന് നോക്കൂ, ഒരു ടിന്നിലേക്ക് വീണു. ആ ടിന്നാണെങ്കിൽ നിറയെ റെഡ് കളറിലുള്ള പെയിൻറ്റുമാണ്. ക്യാൻ റിൽ കം ഔട്ട് ഓഫ് ദിസ് ടിൻ? റിന്നിന് ആ ഒരു ടിന്നിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ കഴിയുമോ? എന്താ സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. റില്ലതാ ആ ടിന്നിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അവൻ എന്താ സംഭവിച്ചത്? അവൻ്റെ ദേഹത്താകെ പെയിൻ്റായി.
റിൽ വാസ് ഗ്രീൻ. നൗ ഹി ഈസ് റെഡ്. ഹി വാക്സ് ഹോം. റില്ലിൻ്റെ നിറം ഗ്രീനാണ്, പക്ഷെ ഇപ്പോഴെന്താണ്? അവൻ റെഡ് നിറത്തിലായി. അങ്ങനെ അവൻ വീട്ടിലേക്ക് നടന്നു. വാട്ട് വിൽ ജിൽ ആൻഡ് ഡിൽ സേ? ഈ ചുവപ്പ് നിറത്തിലുള്ള റില്ലിനെ കണ്ടാൽ ജില്ലും ഡില്ലും എന്തായിരിക്കും പറയുക? റിൽ കംസ് ബാക്ക്. അങ്ങനെ റില്ല് വീട്ടിലേക്ക് തിരിച്ചെത്തി. ഹൂ ആർ യു? നീ ആരാണ്? ഐ ആം റിൽ. ഞാൻ റില്ലാണ്. നോ, റിൽ ഈസ് ഗ്രീൻ. അല്ല, റില്ല് പച്ച നിറത്തിലാണ്. ഇവിടെ നോക്കൂ, ജില്ലും ഡില്ലും റില്ലിനെ കണ്ടപ്പോൾ നീ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. അവൻ റെഡ് നിറമായത് കാരണം ഇവർക്ക് മനസ്സിലാകുന്നില്ല. വാട്ട് വിൽ റിൽ ഡു നൗ? ഇനി എന്താണ് റിൽ ചെയ്യുക? റിൽ ഈസ് സാഡ്. ഹി വാക്സ് അവേ. റില്ലിന് സങ്കടം വന്നു. അവൻ അവിടെ നിന്നും പോയി. വേർ വിൽ റിൽ ഗോ? റിൽ എങ്ങോട്ടായിരിക്കും പോകുന്നത്? കൂട്ടുകാർക്ക് അറിയുമോ അവൻ എങ്ങോട്ടായിരിക്കും പോകുന്നത് എന്ന്? കം, ഇറ്റ് ഈസ് റൈനിങ്. ഇറ്റ് സ്റ്റാർട്ടഡ് റൈനിങ്. പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. ഇപ്പോഴെന്താണ് സംഭവിച്ചത്? എന്താ സംഭവിച്ചത് നോക്കൂ. റില്ലിൻ്റെ ദേഹത്ത് പറ്റിയ ആ പെയിൻ്റ് എല്ലാം മഴയത്ത് ഇളകിപ്പോയിരിക്കുന്നു. റിൽ, മൈ ഡിയർ. റില്ലിൻ്റെ അമ്മയ്ക്ക് റില്ലിനെ കണ്ടപ്പോൾ മനസ്സിലായി. ഹുറാ, ഐ ആം ഗ്രീൻ അഗെയിൻ. അവൻ സന്തോഷം കൊണ്ട് പറഞ്ഞു, ഞാൻ വീണ്ടും പച്ചയായി. നൗ റിൽ ഈസ് ഗ്രീൻ. ഇപ്പോൾ റിൽ പച്ച നിറത്തിലാണ്. ഓൾ ആർ ഹാപ്പി. എല്ലാവരും ഹാപ്പിയായി. കൂട്ടുകാരെ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇത്. നിങ്ങൾക്ക് പെട്ടെന്ന് വായിക്കാനും മനസ്സിലാക്കാനും ഈ ഒരു സ്റ്റോറിയിലൂടെ സാധിക്കും. ഈ ഒരു യൂണിറ്റിലെ ആക്ടിവിറ്റിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.